ചില പ്രണയങ്ങൾ വാക്കുകളിലൂടെയല്ല, നോട്ടങ്ങളിലൂടെ ഹൃദയത്തെ സ്പർശിക്കും. ഒരു ക്ഷമാപണം, ഒരു നിമിഷത്തെ നിശബ്ദത, ഒരു വാക്ക്. നോട്ടങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഹൃദയങ്ങൾ പതിയെ ഒന്നാകുന്നു. വെൽക്കം ടു സ്റ്റോറി. ചെകുത്താൻ്റെ പ്രണയം, എപ്പിസോഡ് 5. അവൻ്റെ ഭാഗത്തു നിന്ന് കൂർത്ത മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ശാന്തത. കഴിഞ്ഞോ? ഋഷി പതുക്കെ ചോദിച്ചു. ഇനി പോയി കട്ടിലിൽ കിടന്നുറങ്ങ്. അവൻ്റെ ശബ്ദത്തിൽ തെല്ലും ദേഷ്യമുണ്ടായിരുന്നില്ല. വെറുമൊരു നിശ്ചലത മാത്രം. അതെന്തുകൊണ്ടോ കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാക്കി. എങ്കിൽ നിങ്ങൾ പോയി നിലത്ത് കിടന്നുറങ്ങ്. ആ വിരിയുടെ അരികിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദേവിക ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. വാക്കുകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. നിയന്ത്രണമില്ലാത്ത ദേഷ്യം, നിരാശ, വേദന. അത് കൃത്യമായി എന്താണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അതൊക്കെ അവനോട് പറയുക തന്നെ വേണമായിരുന്നു. അവളെ തികച്ചും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഋഷി തർക്കിച്ചില്ല. ശരി, അവൻ ലളിതമായി പറഞ്ഞു. അവൻ അങ്ങോട്ട് നടന്നു. മുട്ടുകുത്തി നിലത്ത് കിടന്നു. പിണക്കമില്ല, പരിഹാസമില്ല, വെറും നിശബ്ദത മാത്രം. ദേവിക ഞെട്ടി അവിടെ തന്നെ നിന്നു. അവനിതിങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞു? എത്ര എളുപ്പത്തിൽ! എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ പരിധി ലംഘിച്ചോ? അവനിൽ സാധാരണ കാണാറുള്ള ആവേശം എവിടെ പോയി? എന്തുകൊണ്ടാണ് ഈ നിശബ്ദത ഏത് കൊടുങ്കാറ്റിനേക്കാളും ഭാരമുള്ളതായി തോന്നിയത്? അനേകം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഋഷി നിലത്തു നിന്ന് അവളെ നോക്കി. അവൻ്റെ മുഖത്ത് ഭാവങ്ങളൊന്നും വായിച്ചെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇനി എന്താ? പോയി ഉറങ്ങ്, അവൻ പതുക്കെ പറഞ്ഞു. ആ കട്ടിൽ മുഴുവൻ നിനക്കുള്ളതാണ്. അവളത് കേട്ടിട്ടും അപ്പോഴും അവിടെ തന്നെ നിന്ന് അവനെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. അവളുടെ ഉള്ളിലൊരു ഭാഗം അവനോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ അപ്പോൾ തന്നെ ഉള്ളിലെ മറ്റൊരു ശബ്ദം അവളെ തടഞ്ഞു. ഇല്ല, നീ ചോദിക്കരുത്. നീ എന്തിനു ചോദിക്കണം? അതവൻ്റെ പ്രശ്നമാണ്. ദേവിക തിരിഞ്ഞ് പതുക്കെ കട്ടിലിനടുത്തേക്ക് നടന്നു. ജനലിന് അഭിമുഖമായി ചരിഞ്ഞു കിടന്നു. പുറത്ത് രാത്രിയിൽ ആകാശത്ത് അർദ്ധചന്ദ്രൻ ഉയർന്നു നിൽപ്പുണ്ടായിരുന്നു. ഇരുട്ടിനിടയിൽ അത് ശാന്തമായി തിളങ്ങി. അതിൻ്റെ വെള്ളി വെളിച്ചം ജനൽവിരികൾക്കിടയിലൂടെ അരിച്ചിറങ്ങി. അവളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഋഷിയുടെ ചിന്തകൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ക്ഷണിക്കപ്പെടാത്തതെങ്കിലും വാശിയോടെ. ഞാൻ പരിധി ലംഘിച്ചോ? ഇത് ഞാനല്ല. ഞാനിങ്ങനെ പെരുമാറുന്നോളല്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ? ചോദിക്കാതെ, ഒട്ടും പരിഗണിക്കാതെ അവൻ എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതുകൊണ്ടാണോ ഇത്? അതോ അവൻ എന്നെ ആ മറ്റൊരു നരകത്തിൽ നിന്ന് രക്ഷിച്ച് ഈ അപരിചിതമായ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടോ? അവൻ കാരണം താൻ അറിയുക പോലുമില്ലാത്ത ആളുകൾ തന്നെ സ്വന്തം ആളായി കാണാൻ തുടങ്ങിയ ഇടമാണിത്. ചോദിക്കാതെ തന്നെ സ്നേഹവും നിബന്ധനകളില്ലാതെ കരുതലും ലഭിച്ച ഇടം. എന്നിട്ട് ഞാനിതിനൊന്നും അർഹയല്ല. ഞാൻ വെറും ഒരു അഴുക്കാണ്, ഒരു കറ, ആരുടെ പുസ്തകത്തിൽ മറന്നുപോയൊരു അധ്യായം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ അവനോട് ഇങ്ങനെ പെരുമാറുന്നത്. ദേവിക, നല്ല കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഇപ്പോൾ നിനക്കറിയില്ല. അവൾ സ്വയം ഓരോന്നും ആലോചിച്ച് ആ ചിന്തയോടെ അവൾ വീണ്ടും ഋഷിയെ നോക്കാൻ തിരിഞ്ഞു. ഋഷി നിലത്ത് കിടക്കുകയായിരുന്നു. കൈകൾ തലയ്ക്ക് പിന്നിൽ കെട്ടി. ചുറ്റുമുള്ള ലോകം ഒരു കാര്യമേ അല്ലെന്ന മട്ടിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഉറങ്ങുകയാണ്, സമാധാനത്തോടെ, ഒന്നും സംഭവിക്കാത്തതുപോലെ. അവൻ അവിടെ ശരിക്കും കിടക്കാൻ പറ്റുമോ? അവനോട് ചോദിക്കണോ? വെറുതെ ഒന്ന് ഉറപ്പുവരുത്താൻ? അവൾ മറിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഋഷിയുടെ ശബ്ദം നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ മുറിയിൽ മുഴങ്ങി. എന്നെ തുറച്ചു നോക്കാൻ നിർത്ത് ദേവിക. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഉറങ്ങാൻ നോക്ക്. ഇപ്പോഴേ ഒരുപാട് വൈകി. അവൾ തരിച്ചുപോയി. പിന്നീട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് തലയണയിലേക്ക് മുഖം പൂഴ്ത്തി. ഇതെന്താ, ഇയാൾക്ക് വല്ല സെൻസറും ഉണ്ടോ? അല്ലാതെ പിന്നെ അവനെ നോക്കുകയാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? സ്വയം കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു. നിർബന്ധിതമായി നടന്നൊരു വിവാഹമായിരുന്നെങ്കിലും ഋഷിയുടെ വീട്ടിലെ ദേവികയുടെ ആദ്യത്തെ പ്രഭാതം ഒരു പുതിയ പ്രതീക്ഷയോടെയായിരുന്നു. രാവിലെ ജനൽ തുറന്നപ്പോൾ തോട്ടത്തിലെ ഡേസി പൂക്കളെ തലോടി വന്ന പ്രഭാത സൂര്യൻ്റെ വെളിച്ചം അവളെ സ്വതന്ത്രയാക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ തോന്നിപ്പിച്ചു. പക്ഷേ കട്ടിലിൽ ഋഷിയെ കാണാതായിരുന്നതും സമയം രാവിലെ 8 ആയതും അവളെ പരിഭ്രാന്തിയിലാക്കി. വീട്ടിലെ ആദ്യത്തെ ദിവസം തന്നെ വൈകി ഉണർന്നതിൽ അവൾക്ക് വലിയ കുറ്റബോധം തോന്നി. വേഗം തയ്യാറായി ഒരു പിങ്ക് കോട്ടൺ സാരി ധരിച്ച് ഇന്നലെ രാത്രി ഋഷിയോട് ദേഷ്യപ്പെട്ടതിന് മനസ്സിൽ കുറ്റബോധവുമായി അവൾ താഴേക്ക് നടന്നു. താഴെ വലിയ ഹാളിൽ ഋഷി ഒഴികെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. മുത്തശ്ശി ചാരുകസേരയിലിരുന്ന് രാമായണം വായിക്കുന്നു. അനുജൻ ദക്ഷിത് ഹെഡ്ഫോൺസ് വെച്ച് പാട്ട് കേൾക്കുന്നു. ധൃതിയും അനിയൻ രാഘവും അവരുടെ വളർത്തുനായ റോക്കിയോടൊപ്പം കളിക്കുന്നു. അടുക്കളയിൽ നിന്നും ചായയുമായി വന്ന രേവതിയമ്മായി ദേവികയെ കണ്ട് സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. വൈകി എഴുന്നേറ്റതിന് ദേവിക സങ്കടത്തോടെ ക്ഷമ ചോദിച്ചപ്പോൾ മുത്തശ്ശിയും രേവതിയമ്മായും അവളെ ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അയ്യോ, അതൊന്നും സാരമില്ല മോളെ. നീ അത്രയൊന്നും പേടിക്കണ്ട. ഞങ്ങളത്ര ക്രൂരന്മായ വീട്ടുകാരൊന്നുമല്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ചിരി ഉണർന്നു. അമ്മായി അവളോടായി പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഇതിലും വൈകിയാണ് എഴുന്നേറ്റത്. നീ വിഷമിക്കാതെ വന്ന് ചായ കുടിക്കും. മുത്തശ്ശിയുടെ കാൽ തൊട്ട് വന്നിച്ച് ദേവികയെ അവർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അമ്മായി അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോൾ സ്വന്തം അമ്മയുടെ അരികിലെത്തിയ സുരക്ഷിതത്വമാണ് ദേവികയ്ക്ക് തോന്നിയത്. തുടർന്ന് മരുമകൾ ആദ്യമേ അടുക്കളയിൽ കയറി മധുരം ഉണ്ടാക്കുന്ന ചടങ്ങിനായി മുത്തശ്ശി ദേവികയോട് ആവശ്യപ്പെട്ടു. മോളെ, ഋഷിയും അനുജും പുറത്തുപോയി ഇപ്പോൾ വരും.
അവർക്ക് കഴിക്കാൻ നല്ല മധുരമുള്ള എന്തെങ്കിലും തയ്യാറാക്കിക്കോ, മുത്തശ്ശി പറഞ്ഞു. ഇത്രയും നല്ലൊരു കുടുംബത്തെ ലഭിച്ചതിൽ ദേവികയുടെ മനസ്സിൽ സങ്കടങ്ങളെല്ലാം മാറി തുടങ്ങി. അടുക്കളയിൽ അമ്മായി ദേവികയെ സഹായിക്കാനായി ഒപ്പം കൂടി. ദേവിക പായസം ഉണ്ടാക്കി തുടങ്ങി. അടുക്കളയിൽ പായസത്തിൻ്റെ മധുരഗന്ധം പടരുന്നതിനിടയിലാണ് വാതിൽക്കൽ നിന്ന് ഋഷിയുടെ ശബ്ദം കേട്ടത്. അമ്മായി, ആര്യൻ വിളിക്കുന്നു. അത് കേട്ടതും ദേവികയുടെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. അവൾ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. പകരം പൂരിക്കുള്ള മാവ് കൂടുതൽ ശ്രദ്ധയോടെ കുഴയ്ക്കാൻ തുടങ്ങി. എന്നെ വിളിക്കുന്നോ? എന്തിന്? ഞാനിപ്പോൾ ദേവികയെ സഹായിക്കുകയല്ലേ, അമ്മായി അത്ഭുതത്തോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല അമ്മായി, ഞാൻ അവളെ സഹായിക്കാം. നിങ്ങൾ ചെല്ലൂ, ഒരുപക്ഷെ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ. വാതിൽക്കൽ നിന്ന് ഋഷിയുടെ ശബ്ദം കേൾക്കുന്നു. നീ അവളെ സഹായിക്കുമെന്നോ? ശരിക്കും? ഏതാണ്ട് ഞെട്ടലോടെ അമ്മായി ചോദിച്ചു. ദയവായി അമ്മായി പോകരുതേ എന്ന്, ഇവിടെ തനിച്ചാക്കരുതേ എന്നും ദേവിക മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാവ് കൂടുതൽ ശക്തിയായി കുഴച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് താല്പര്യമില്ലായിരുന്നു. ശരി, എങ്കിൽ നീ അവളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഋഷിയുടെ ഓരോ ചുവടിലും അവളുടെ നെഞ്ചെടുപ്പ് കൂടി വന്നു. അവൻ തൊട്ടടുത്ത് നിൽക്കുന്നത് അവൾക്കറിയാൻ കഴിയുമായിരുന്നു. അവൻ്റെ ആ തീക്ഷ്ണമായ നോട്ടം ദേവിക അറിഞ്ഞു. അവൻ സ്ലാബിൻ്റെ ഒരു കോണിൽ ചാരി നിന്ന് തൻ്റെ സ്പോർട്സ് വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അവൻ്റെ നെറ്റിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിമിഷം ദേവികയ്ക്ക് അവൻ ആകർഷകനായി തോന്നിയില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാവും. ഓ ദൈവമേ, എൻ്റെ പായസം! അവൾ വേഗം തിരിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തു. ഭാഗ്യത്തിനത് കരിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഓഫ് ചെയ്യാൻ പറ്റി. ഈ മനുഷ്യൻ എപ്പോഴും എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റും. അവൾ ദീർഘശ്വാസം എടുത്ത് തിരിഞ്ഞതും ശക്തമായ ഒന്നിന്മേൽ പോയി ഇടിച്ചു. അതവനായിരുന്നു. അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴാൻ പോയെങ്കിലും കൃത്യസമയത്ത് അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ പിടിച്ചു. പിടിച്ചു നിൽക്കാനായി ദേവികയുടെ കൈകൾ അവൻ്റെ നെഞ്ചിലമർന്നു. അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി. ഞാനില്ലാതെ നിനക്കൊരു കാര്യം കൃത്യമായി ചെയ്യാൻ കഴിയില്ലല്ലേ? ചുണ്ടിലൊരു പരിഹാസ്യച്ചിരിയോടെ അവൻ പതുക്കെ ചോദിച്ചു. എന്നെ കളിയാക്കാൻ ഈ മനുഷ്യൻ ഒരു അവസരം പാഴാക്കില്ല എന്ന് മനസ്സിലോർത്ത് അവൾ പെട്ടെന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അവൻ കൈകൾ പിൻവലിച്ചു. നിങ്ങൾ എൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നിടിച്ചത്, അവൾ പതുക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൈകളിലേക്ക് വീണ് സ്വയം അങ്ങ് ഒതുങ്ങുകയും ചെയ്തല്ലേ? അവൻ വീണ്ടും അവളെ കളിയാക്കി. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ പതുക്കെ തള്ളി മാറ്റി. ഒരകലം പാലിച്ചു. എന്നിട്ട് എപ്പോഴത്തെയും പോലെ ഭ്രാന്തനെന്ന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ പിറുപിറുത്തു. ഞാൻ കേട്ടു കേട്ടോ. എനിക്കറിയാം, അവളൊട്ടും മടിക്കാതെ മറുപടി നൽകി. ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ച് അല്പം എണ്ണയൊഴിച്ച് എന്നിട്ട് മാവിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉരുട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ തന്നെ സഹായിക്കാനല്ലേ ഇവിടെ നിന്നതെന്ന്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിക്കാൻ പോകുന്നില്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ, ഞാൻ ചെയ്യാം, അവൻ മറുപടി നൽകി. ശരി, ഇങ്ങോട്ട് വരൂ, പൂരി വറുത്തെടുക്കാൻ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവൾ ഒരു സ്റ്റീൽ തവി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ യാതൊരു എതിർപ്പും കൂടാതെ അത് വാങ്ങി സ്റ്റൗവിനടുത്തേക്ക് നടന്നു. ദേവിക അത്ഭുതത്തോടെ കണ്ണ് ചിമ്മി. അവൻ ശരിക്കും അത് ചെയ്യുകയാണോ? അത് രണ്ടു വശവും നന്നായി വീർത്തു വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ, അവൾ നിർദ്ദേശം നൽകി. ശരി, അവൻ ശാന്തമായി മറുപടി നൽകി. അടുക്കളയിലെ ചൂടിനിടയിലും ദേവികയുടെ ഉള്ളിൽ ഒരു പരിഭ്രമം ബാക്കിയുണ്ടായിരുന്നു. അടുത്ത പൂരി പരത്തി ഋഷിയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അവളുടെ വിരലുകൾ ചെറുതായി വിറച്ചു. ഋഷി അത് വാങ്ങി എണ്ണയിലേക്കിട്ടു. കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദേവിക പതുക്കെ വാക്കുകൾ പെറുക്കിയെടുത്ത് പറഞ്ഞു. ശരിക്കും എന്നോട് ക്ഷമിക്കണം. എന്തിന്? പൂരി എണ്ണയിൽ കിടന്ന് നന്നായി വീർത്തു വരുന്നത് നോക്കി അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഋഷി ചോദിച്ചു. അത് ഇന്നലത്തെ കാര്യത്തിന്. ഞാൻ അങ്ങനെയൊന്നും നിങ്ങളോട് അലറി സംസാരിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ തറയിൽ ഉറക്കാൻ പാടില്ലായിരുന്നു. മറ്റൊരു പൂരി കൂടി അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ കുറ്റബോധത്തോടെ പറഞ്ഞു. അതുവരെ ഗൗരവത്തിലായിരുന്ന ഋഷിയുടെ ചുണ്ടിൽ പെട്ടെന്നൊരു കുസൃതി ചിരി വിരിഞ്ഞു. അവൻ പൂരി തിരിച്ചിട്ടുകൊണ്ട് അവളെ നോക്കി. അപ്പോൾ നീ നിന്റെ ഭർത്താവിനെ നിന്റെ കൂടെ കട്ടിലിൽ കിടക്കാൻ ക്ഷണിക്കുകയാണോ? അല്ലല്ല, ഞാൻ വെറുതെ ക്ഷമ ചോദിച്ചെന്നേ ഉള്ളൂ. ഋഷിയുടെ ചോദ്യം കേട്ട് മുഖം ചുവന്ന ദേവിക വേഗം തിരുത്തി. അവളുടെ പരിഭ്രമം കണ്ട് ഋഷിക്ക് ചിരി വന്നു. അത് മറച്ചു വെക്കാൻ ദേവിക വീണ്ടും പറഞ്ഞു. എനിക്ക് തറയിൽ കിടന്ന ശീലമുണ്ട്, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ തറയിൽ കിടന്നോളാം, നിങ്ങൾ കട്ടിലിൽ കിടന്നോ. അപ്പോഴാണ് ഋഷി തൻ്റെ കയ്യിലെ തവി മാറ്റിവെച്ച് ദേവികയ്ക്ക് നേരെ തിരിഞ്ഞത്. അവൻ്റെ മുഖത്ത് ചെറിയ ചിരി മാറി. അവിടെ കനത്ത ഗൗരവം നിറഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി വളരെ ശാന്തമായും എന്നാൽ ദൃഢമായും പറഞ്ഞു. ഒരിക്കലുമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് നിന്നെ എനിക്ക് തിരികെ കിട്ടിയത്. നിന്നെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ വാക്കുകൾ ദേവികയുടെ കാതുകളിൽ വന്ന് പതിച്ചപ്പോൾ അവളൊരു നിമിഷം തരിച്ചുപോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമോ? അവൻ്റെ കണ്ണുകളിലെ ആഴമേറിയ പ്രണയവും കരുതലും കണ്ട് അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഒരേ സമയം ഉയർന്നു വന്നു.
അവർക്കിടയിലെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് അമ്മായി അടുക്കളയിലേക്ക് വീണ്ടും കയറി വന്നത്. ദേവിക മോളെ, എല്ലാം കഴിഞ്ഞോ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. അതെ അമ്മായി, എല്ലാം കഴിഞ്ഞു. ദേവിക മറുപടി പറയുന്നതിന് മുൻപ് തന്നെ റഷീദ് തവി പാത്രത്തിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ശരി ഋഷി, നീ ഇനി പുറത്തേക്ക് പോയിക്കോളും. മുത്തശ്ശൻ നിന്നെ ഇവിടെ അടുക്കളപ്പണി ചെയ്യുന്നത് കണ്ടാൽ പിന്നെ നിനക്കും എനിക്ക് ഒരുമിച്ച് വഴക്ക് കേൾക്കും, അമ്മായി ഉളിക്കണ്ണോടെ തമാശയായി പറഞ്ഞു. അത് കേട്ട് ഋഷി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് അവൻ അടുക്കളയുടെ വാതിക്കലേക്ക് നടന്നു. പക്ഷേ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നിന്ന് ദേവികയെ ആഴത്തിലൊന്ന് നോക്കി. ആ നോട്ടത്തിൽ അവൾക്കായി മാത്രം കരുതി വെച്ച എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ ദേവികയുടെ ഉള്ളിൽ ഋഷിയോടുള്ള ദേഷ്യമെല്ലാം അലിഞ്ഞു തീർന്നിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.